ജംന പ്യാരി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് വന്ന നടിയും മോഡലുമാണ് ഗായത്രി സുരേഷ്. ഒരു മെക്സിക്കൻ അപാരത, ഒരേ മുഖം എന്നീ മലയാള സിനിമകളിലും അവർ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് ട്രോളുകൾ നേരിട്ടിട്ടുള്ള നടി കൂടിയാണ് ഗായത്രി. ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് നേരെയുണ്ടായ ട്രോളുകളെ താൻ എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് സംസാരിക്കുകയാണ് ഗായത്രി. തനിക്ക് വന്ന ട്രോളുകളൊക്കെ തനിക്ക് ഡിസർവിംഗ് ആയിരുന്നുവെന്നും എല്ലാം അതിൻ്റേതായ സെൻസിലേ താൻ എടുത്തിട്ടുള്ളൂ എന്നും ഗായത്രി പറയുന്നു. താൻ കാരണം വീട്ടുകാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടെന്നും പലപ്പോഴും അവർ തന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടെന്നും ഗായത്രി അഭിമുഖത്തിൽ പറഞ്ഞു. എവിടെയോ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയിരുന്നു ഞാൻ ഈ ട്രോളുകളൊക്കെ ഡിസർവ് ചെയ്യുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് ട്രോളുകളെ സമീപിച്ചത്. എന്തുകൊണ്ട് ആളുകൾ എന്നെ ട്രോളുന്നുവെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. മറിച്ച് എന്തോ ഒരു കാരണമുള്ളത് കൊണ്ടാണ് ട്രോളുന്നതെന്നാണ് ചിന്തിച്ചത്. അത് ഞാൻ അർഹിക്കുന്നുവെന്ന് തോന്നി. വീട്ടിൽ നിന്ന് എന്നോട് പലപ്പോഴും ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. ഗായത്രി, അങ്ങനെ പറയരുത്, നീ എന്താണ് അങ്ങനെ സംസാരിക്കുന്നത്, മറ്റുള്ളവർ നിന്നെ കളിയാക്കുന്നുണ്ട്, നിനക്കത് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ കാരണം എൻ്റെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ വരെ പറ്റാതായിരുന്നു. എങ്ങനെയാണ് ആളുകളുടെ മുഖത്തേക്ക് നോക്കുകയെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും വീട്ടുകാരോടാണ് വന്ന് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതെന്നും ഗായത്രി പറയുന്നു. അതേസമയം പ്രണവ് മോഹൻലാലിനെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് ട്രോളുകളിൽ ഇടം നേടിയ താരം കൂടിയാണ് ഗായത്രി സുരേഷ്. ഇപ്പോൾ തൻ്റെ വിവാഹത്തെക്കുറിച്ചും ഗായത്രി പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നു. എന്തുകൊണ്ട് പ്രണവിനോട് ക്രഷ് തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് ഗായത്രി പറഞ്ഞത്. അതൊരു അടഞ്ഞ വിഷയമാണെന്നും ജീവിതത്തിൽ പക്വത കാണിക്കുകയാണ് ഇനി വേണ്ടതെന്നും ഗായത്രി പറയുന്നു. നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്വത കാണിക്കണം. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് ഞാൻ എനിക്ക് കൊടുത്ത വാക്കാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത്? ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഇനി ഞാൻ എന്നിൽ ബിസിയാണ്. മറ്റൊന്നുകൊണ്ടും അത് ബ്ലോക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. വിവാഹം ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് ആലോചിക്കേണ്ടതില്ല. വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാകും. വിവാഹത്തിന് വീട്ടിൽ സമ്മർദ്ദമുണ്ട്. ഗായത്രി, നീ എന്താണ് നിന്റെ ലൈഫ് വെച്ച് കാണിക്കുന്നത്? എനിക്ക് പേടിയാവുന്നുണ്ട് നീ പോകുന്നത് കണ്ടിട്ടെന്ന് അമ്മ പറയും. അമ്മയുടെ പ്രധാന ഡയലോഗാണത്. ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. ഒറ്റയ്ക്കാകുമോ എന്ന് കുറച്ചു കാലം തോന്നിയിരുന്നു. കുറേ കാലം കഴിഞ്ഞാൽ കൂട്ടിന് ആരാണുണ്ടാകുക എന്നൊക്കെ തോന്നാറുണ്ട്. കല്യാണം ഒരു ചട്ടക്കൂടായാണ് തോന്നിയത്. അതുകൊണ്ടല്ല കല്യാണം കഴിക്കാത്തത്. പറ്റിയ ആൾക്കായുള്ള കാത്തിരിപ്പിലാണ് താനെന്നും ഗായത്രി സുരേഷ് പറയുന്നു. താരത്തിന് 32 വയസ്സാണ് ഇപ്പോൾ.